കേരളത്തിലേക്ക് വരാനായി അബ്ദുൽ നാസർ മാദനിയോട് വൻതുക സുരക്ഷാ ചെലവായി ആവശ്യപ്പെട്ട കർണാടക സർക്കാരിന് സുപ്രീം കോടതിയുടെ നിശ്ചിത വിമർശം. കോടതി വിധി നടപ്പിലാക്കുന്നത് അസാധ്യമാക്കാനാണോ സർക്കാരിന്റെ ശ്രമമെന്ന് കോടതി ചോദിച്ചു. സുരക്ഷാ ചെലവായി യാത്രാഭത്തയും ദിനഭത്തയും മാത്രമേ ഈടാക്കാവൂ. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത്രയും തുക ആവശ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്നും കോടതി ചോദിച്ചു. സുരക്ഷാ ചെലവിനായി 14.5 ലക്ഷം ആവശ്യപ്പെട്ട് കർണാടക സർക്കാർ നൽകിയ കത്തിന്റെ പകർപ്പ് രാവിലെ 10:30 കോടതി ആരംഭിച്ച ഉടനെ ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുന്നിൽ മദനിയുടെ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ സമർപ്പിച്ചു. ഒരു ACPക്ക് 14 ദിവസത്തേക്ക് 2.5 ലക്ഷം രൂപയെന്ന കണക്ക് കണ്ട് കോടതി അത്ഭുതം പ്രകടിപ്പിച്ചു. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരല്ലേ ഇവരെന്നും പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തുക ഈടാക്കുന്നതെന്നും കോടതി ചോദിച്ചു. സുരക്ഷ നൽകേണ്ടത് സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അതിന് വൻ തുക നൽകാൻ മദനി തൊഴിൽദാതാവല്ല, വിചാരണ തടവുകാരനാണ്. സാമാന്യ യുക്തി പ്രയോഗിക്കാതെയാണ് ഇത്രയും വലിയ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായി ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുമുള്ള യാത്ര മാത്രമാണ് ഇവിടെയുള്ളത്. അതിന് യാത്രാഭത്തയും ദിനഭത്തയും മാത്രമേ ഈടാക്കാവൂ. അത് എത്രയാണെന്ന് നാളെ അറിയിക്കണമെന്നും കർണാടകയോട് കോടതി നിർദ്ദേശിച്ചു. നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച വിധി നടപ്പിലാക്കുന്നത് അസാധ്യമാക്കാനാണോ ശ്രമമെന്നും കർണാടകയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. അതിനിടെ മദനിയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കാമെന്ന നിർദ്ദേശം കേരളം മുന്നോട്ട് വെച്ചു. എന്നാൽ കോടതി അംഗീകരിച്ചില്ല. കർണാടകയുടെ കീഴിൽ വരുന്ന കേസാണിതെന്നും അതിനാൽ സുരക്ഷാ ചുമതല കർണാടകക്ക് മാത്രമാണെന്നും കോടതി പറഞ്ഞു. അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ കർണാടക സർക്കാർ തുടരുന്ന നീതി നിഷേധത്തെ തുറന്നുകാട്ടിയതായിരുന്നു കോടതിയുടെ ഇന്നത്തെ നടപടികൾ. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തടസ്സങ്ങൾ ഉയർത്തിക്കാട്ടി ഇക്കാര്യത്തിൽ കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന കടുത്ത താക്കീതും സുപ്രീം കോടതി നൽകി. സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ സുരേഷ് രമനത്തോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1.